ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ, ദൈവവചനത്തിൻ്റെ വലയത്തിലിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്നിട്ടുള്ള വലിയ ആ സാവകാശത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തതാണ് പലർക്കും ഈ വചനം. ആഗ്രഹിച്ചവർക്ക് ലഭ്യമാകുന്നതാണ് ദൈവവചനം. കാക്ഷിക്കുന്നവനെ ഞാൻ അതിനകത്താക്കും എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണോ നാം ദൈവത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത്, അപ്പോഴെല്ലാം ദൈവം നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ തേടി നടക്കുന്നവനാണ്. ഒരു നിയമം മാത്രമേ ഉള്ളൂ, നാം അവനെ വിളിക്കണം. അവൻ എന്നും പുറത്തു നിന്ന് മുട്ടുക മാത്രമേ ഉള്ളൂ. അവൻ ബലമായി വാതിൽ തുറന്നകത്ത് വരുന്ന ദൈവമല്ല. അകത്ത് വരാൻ നാം അനുവദിച്ചു കൊടുക്കണം, വാതിൽ തുറക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അരുതാത്ത കാര്യങ്ങളുടെ തുടർച്ചയായി ഉണ്ടാകും എന്ന് സംസാരിച്ചിരുന്നു. അരുത്, ഡോണ്ട്, വേദപുസ്തകത്തിൽ അരുത്, ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ള ചില വസ്തുതകൾ ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾ മനസ്സിലാക്കണം. അരുത് എന്ന് കൽപ്പിച്ചത് ചെയ്യാനുള്ളതായിരിക്കുന്ന വലിയ ജാഗ്രത പലപ്പോഴും ദൈവമക്കൾക്കുണ്ട്. അത് വലിയ പാപമാണെന്ന് ഓർത്തു കൊള്ളണം. അരുതാത്തതിൻ്റെ പുറകിലാണ് മനുഷ്യരൊക്കെയും നടക്കുന്നത്. അരുത് എന്ന് കൽപ്പിച്ചിടത്തൊക്കെയും ചെയ്താൽ എന്ത് എന്ന ഒരു ചോദ്യചിഹ്നം സകല മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. ചോദ്യചിഹ്നം തന്നെ വളവാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ശ്രദ്ധിച്ചോളുക, അതൊരു വളവാണ്, അത് നേർവഴിയല്ല. ചോദ്യം ചെയ്യരുത്. ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് വളവാണ്, വക്രബുദ്ധിയാണ്. അതുകൊണ്ടാണ് വക്രതയുള്ള ഈ തലമുറ എന്ന് ദൈവം പറയാൻ തന്നെ കാരണം അതാണ്. ആ ചോദ്യത്തെ അടിച്ച് നിവർത്തുക അതിശയ ചിഹ്നമാകും. നേരെ വരട്ടെ, അത് അതിശയമാണ്. ഈ ചോദ്യചിഹ്നത്തെ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ച് നിവർത്തി നേരെ ഇട്ടാൽ അത് ആശ്ചര്യചിഹ്നമായി മാറും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല ചോദ്യവും നിങ്ങൾ അടിച്ച് നേരെയാക്കുക, ദൈവകൃപയിൽ നേരെയാക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അത് നേരെ വരും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് അതിശയം തോന്നും, ഇതെങ്ങനെ നടന്നു, ഇതെങ്ങനെ സാധ്യമായി, പ്രതീക്ഷിക്കാത്തത് എങ്ങനെ നടന്നു എന്നൊക്കെയും വിചാരിച്ചു തുടങ്ങും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ള ചില ചിന്തകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചു. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്, അങ്ങനെ പലതും ഞാൻ അറിയിച്ചു. തുടർന്ന് ഇന്ന് വീണ്ടും അരുത് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ്? റോമാലേഖനം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്. വളരെ വലിയൊരു കാര്യമാണ്. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കേണ്ട. തിന്നുന്നവന് തിന്നാത്തവനെ ധിക്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നാം ചെയ്യുന്നത് എല്ലാവരും അത് ചെയ്തു കൊള്ളണം എന്ന് വിചാരിക്കരുത്. നാം പ്രാർത്ഥിക്കുന്നത് പോലെ എല്ലാവരും പ്രാർത്ഥിച്ചോണം എന്ന് വിചാരിക്കരുത്. നമ്മൾ പ്രസംഗിക്കുന്നത് പോലെ മറ്റെല്ലാവരും പ്രസംഗിച്ചോണം എന്ന് വിചാരിച്ചേക്കരുത്. നമ്മുടെ ഇഷ്ടം പോലെ മറ്റുള്ളവരും ആകണം എന്നൊരിക്കലും വിചാരിച്ചേക്കരുത്. നീ ചെയ്യുന്നത് ദൈവം നിനക്ക് തന്ന പ്രേരണയനുസരിച്ച് എന്നെപ്പോലെ മറ്റുള്ളവനായിക്കൂടെ എന്ന് വിചാരിക്കുന്നത് പാപമാണ്. അവനവന് കൊടുത്തിട്ടുള്ള കൃപയനുസരിച്ച് അവനവൻ പ്രവർത്തിക്കട്ടെ. ആരെങ്കിലും ദോഷം നിന്നോട് ചെയ്താലും അതിന് തക്കവണ്ണം ദൈവം ചോദിക്കട്ടെ. ഒരിക്കൽ പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞല്ലോ, ആ ചെമ്പുപണിക്കാരൻ അലക്സാന്ദ്രിയോസ് എനിക്ക് ഒത്തിരി ദോഷം ചെയ്തു, അവനോട് ദൈവം ചോദിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സംഭവം മനസ്സിലാക്കുക, സത്യങ്ങൾ തിരിച്ചറിയുക. തിന്നുന്നവൻ തിന്നാത്തവന് ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവന് ധിക്കരിക്കരുത്. നമ്മുടെ പ്രവൃത്തി പോലെ മറ്റുള്ളവരും അത് തന്നെ ചെയ്തു കൊള്ളണം. എൻ്റെ ഇഷ്ടമായിരിക്കണം അവൻ്റെ ഇഷ്ടം. ഞാൻ പറയുന്നതിൽ കവിഞ്ഞ് ഒന്നും പാടില്ല, ഞാൻ പ്രവർത്തിക്കുന്നതിൽ കവിഞ്ഞ് ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. എൻ്റെ വിശ്വാസം പോലെ അവനും വിശ്വസിച്ചോളണം. ഇതൊന്നും പറയാൻ നിനക്ക് അവകാശമില്ല. അവൻ്റെ ഇഷ്ടം, അവൻ എന്തു പ്രവർത്തിക്കണമെന്നുള്ളത് ദൈവം അവന് കൊടുക്കുന്ന ആലോചനയാണ്. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നല്ല ബുദ്ധി കൊടുക്കാൻ, നന്മ ചെയ്യാൻ സ്വർഗത്തിൽ ദൈവമേ
അവന് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് ദൈവമക്കൾക്ക് ആവശ്യം. ഇതാണ് ദൈവമക്കൾ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതല്ലാതെ നമ്മളാകുന്ന പോലെ മറ്റൊരുത്തൻ ആകാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. നാം നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവം പ്രസാദിക്കും. അവനും നന്മ ചെയ്യുന്നെങ്കിൽ ദൈവം പ്രസാദിക്കും. അവൻ നന്മ ചെയ്യാൻ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളെപ്പോലെ എല്ലാവരും ആയിക്കൊള്ളണം എന്ന് വിചാരിക്കരുത്. എൻ്റെ സ്വഭാവം എല്ലാവർക്കും വരണം എന്ന് വിചാരിക്കരുത്. വീടുകളിലൊക്കെ കലഹമുണ്ടാകുന്നുണ്ട്. കാരണം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കില്ല ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ വീട്ടിലുണ്ടാക്കാവൂ എന്ന് ഭർത്താവ് ഒരിക്കലും ശഠിക്കരുത്, ശാഠ്യം പിടിക്കരുത്. തിരിച്ചു ഭാര്യ, ഈ കറി, ഈ ഭക്ഷണം ഇവിടുത്തെ മക്കൾക്കും എനിക്കും ഇഷ്ടമാണ്, പിന്നെ നിങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെടാത്തത് എന്ത്? വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടു കൊള്ളണം, ഇവിടെ ഇതേ നടക്കുകയുള്ളൂ എന്നൊരിക്കലും ഭാര്യ ശാഠ്യം പിടിക്കരുത്. മറ്റൊരുത്തിൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ആ ഭക്ഷണം അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഭക്ഷിക്കേണ്ടതില്ല. മറ്റൊരു ഭക്ഷണ ക്രമീകരണങ്ങൾ എത്രയും വേഗത്തിൽ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമായിരിക്കണം ഭാര്യയ്ക്കുള്ളത്. എന്നെ കേൾക്കുന്ന ഭാര്യമാർ, എന്നെ കേൾക്കുന്ന മക്കൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക. അവനവൻ്റെ ഇഷ്ടത്തിനൊത്ത് മറ്റുള്ളവനും ആകണമെന്ന് വിചാരിക്കുന്നതിന് പാപമാണ്. മറിച്ച് എൻ്റെ ദൈവം എനിക്ക് തന്ന കൃപയൊത്ത് ഞാൻ പ്രവർത്തിക്കുന്നു, അവർക്ക് കൊടുത്ത കൃപയൊത്ത് അവർ പ്രവർത്തിക്കട്ടെ. 10 വയസ്സുള്ളൊരു കൊച്ച് കൊയ്യാൻ പോകുന്ന സമയത്ത് ഒരു ചുരുട്ട് അല്ലെങ്കിൽ 2 ചുരുട്ട് തലയിലെടുത്ത് വയ്ക്കും. 2 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞിനും ചുരുട്ടെടുത്ത് വയ്ക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അവൻ അരച്ചുരുട്ടോ ചെറിയ 2 കതിരോ ആയിരിക്കാം ഒരുപക്ഷെ പാടത്തുനിന്ന് കൊണ്ടുവരുന്നത്. മൂത്തവൻ പറയുകയാണ്, ഞാൻ 2 ചുരുട്ട് തലയിലെടുത്ത് വെച്ചിട്ടുണ്ട്, ഇവന് ഒരു ചുരുട്ട് പോലും എടുക്കരുതോ എന്ന് ചോദ്യം നിനക്ക് ആവശ്യമില്ല. അവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് അവൻ ചെയ്യുമ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. 1 കൊരിന്ത്യർ 7-ാം 10-ാമത്തെ വാക്യമാണ്. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. ഒരു നിയമമാണ്. കാരണം സ്വർഗത്തിലെ ദൈവം കൂട്ടിച്ചേർത്ത് അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഭാര്യ. അവൾ ഒരിക്കലും വേർപിരിയാൻ ആഗ്രഹിക്കരുത്. തലയില്ലാത്ത ഉടല് നിർജീവമാണ്. ഭർത്താവില്ലാത്ത ഭാര്യ ഭർത്താവിനെ വേർപിരിയാൻ മനസ്സ് വരുമ്പോൾ തന്നെ അവൾ നിർജീവമായി മാറുകയാണ്. ഭാര്യയ്ക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. ഭാര്യ ഒരിക്കലും ഹൗവയെപ്പോലെ ആകരുത് എന്നൊരു തത്വചിന്തകൻ പറഞ്ഞു. എന്താണ് പ്രത്യേകത? ഹൗവയാണ് ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ചത്. ഈ പഴം തിന്നാൽ, ഈ ഫലം തിന്നാൽ നമുക്കും ദൈവത്തെ പോലെ ആകാം. ഭാര്യയുടെ വലിയ ഉത്തരവാദിത്വം ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കലല്ല, പാപത്തിലേക്ക് വീഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഭർത്താവിനെ ന്യായം പറഞ്ഞു കേൾപ്പിക്കണം. ഇത് തിന്നുന്നത് തെറ്റാണെന്നോ വിചാരിക്കണം. എപ്പോഴും ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ഭർത്താവ് ഏതെങ്കിലും സ്ഥലത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ചുരുക്കം ചില സ്ത്രീകൾ വേണ്ടതും വേണ്ടാത്തതുമായി പാപത്തിൻ്റെ ആലോചനകൾ ഭർത്താവിന് പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവെ, അങ്ങയുടെ മാതാവ്, അങ്ങയുടെ അമ്മ ഇന്നെന്നോട് മോശമായി പെരുമാറി, അങ്ങയുടെ പെങ്ങള് വളരെ നിഷ്ഠൂരമായി എന്നോട് സംസാരിച്ചു, ഈ കുടുംബത്തിൽ ഈ വിധത്തിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. വളരെ തെറ്റിദ്ധാരണാജനകമായ, ഭർത്താവിന് കോപമുണ്ടാകത്തക്കവണ്ണം, ഭർത്താവ് ഒരവിവേകം പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള ആലോചന പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവിന് ദേഷ്യം വരും. ആ കുടുംബത്തിൽ കലഹമുണ്ടാകും. ഭാര്യ ഒരിക്കലും ഹൗവയെപ്പോലെ അരുത്. ഞാൻ ഒരു സ്ഥലത്ത് ഭാര്യ ഒരിക്കലും ഹൗവയെപ്പോലെ അരുത് എന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഹൗവയാണ്. എന്താ മോൾ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഹൗവയ്ക്ക് മാത്രമാണ് അമ്മായിയമ്മ ഇല്ലാതിരുന്നത് എന്ന്. പല ആളുകളുടെയും ചിന്ത അവനവൻ്റെ സൈഡിലേക്ക്, അവനവൻ്റെ വശത്തേക്ക് വേദപുസ്തകത്തെ
വളച്ചൊടിക്കുക. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഒരിക്കലും ഹവ്വയെ പോലെ അരുത്. രണ്ടാമത്തെ കാര്യം, ഭാര്യ പൊത്തീഫറിൻ്റെ ഭാര്യയെപ്പോലെയും അരുത്. നീതിവാനും നിഷ്കളങ്കനുമായിരിക്കുന്ന യോസേപ്പിനെ കണ്ട് ഭ്രമിച്ച് പാപം ചെയ്യാൻ നിർബന്ധിച്ച സ്ത്രീയാണ് പൊത്തീഫറിൻ്റെ ഭാര്യ. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടവൾ, ജീവിത കാഴ്ചപ്പാടും ദർശനവും ഇല്ലാതെ പോയവൾ, ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ പവിത്രത കാറ്റിൽ പറത്തിക്കളഞ്ഞവൾ, ജീവിതത്തിൽ വ്യതിയാനം സംഭവിച്ചവൾ, ചുമതലയിൽ നിന്ന് മാറിപ്പോയവൾ. ഒരിക്കലും ഭാര്യ ജീവിത വിശുദ്ധിയിൽ നിന്നും അകന്നു പോകരുത്. ഭാര്യ പൊത്തീഫറിൻ്റെ ഭാര്യയെപ്പോലെയും അരുത്. 3, ഭാര്യ സഫീറയെപ്പോലെയും അരുത്. ബൈബിൾ അറിയാവുന്ന ദൈവമക്കൾക്കറിയാം, സഫീറ, അനന്യാസ്, സഫീറ പൗലോസിൻ്റെ നിർദ്ദേശപ്രകാരം, അപ്പോസ്തലന്മാരുടെ നിർദ്ദേശപ്രകാരം ഭൂമി വിറ്റു. ദൈവവേലയ്ക്കായി, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി അത് അവരെ ഏൽപ്പിക്കണമെന്ന് കൽപ്പിച്ചിരുന്നു. വിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ദൈവം അവരിൽ പ്രവർത്തിച്ചതിന് പകരം പാപം അവരിൽ വാണു. ശരീരത്തിൽ പാപം വാഴരുത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദൈവമക്കളോട് സംസാരിച്ചിരുന്നു. അവരിൽ പാപത്തിൻ്റെ വിത്ത് പാകി. അവർ പാപത്തിൽ വീണു, അവർ പാപത്തോട് ചേർന്നു. ഈ സ്വത്ത് അപ്പടിയും നാം അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചാൽ, കാലാവസ്ഥ മാറിയാൽ, നാം വേദനിച്ചു തുടങ്ങിയാൽ, നമുക്ക് ജീവിക്കാൻ ഭാരം തുടങ്ങിയാൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. സ്വന്തമായി കരുതുക. ദൈവരാജ്യത്തിൽ നിന്ന് സ്വന്തമായി കരുതുക. ചില ആളുകൾ പറയുന്നുണ്ട്, ദൈവം പാതി ഞാൻ പാതി. തെറ്റാണ്. നിനക്ക് പകുതി വഹിക്കാൻ ഒരവകാശവുമില്ല. നീ ബലഹീനനാണ്. നിനക്ക് പകുതി പോയിട്ട് ഒരു ദശാംശം ചുമതല ഏറ്റെടുക്കാൻ നിനക്ക് സാധ്യമല്ല. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കും. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാക്കുന്നവൻ വൃഥ ജാഗരിക്കുന്നേ ഉള്ളൂ. നിന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല. നിനക്കുള്ളത് നിൻ്റെ കയ്യിലിരിക്കുക. നിനക്കുള്ളത് നീ കൈവശമാക്കാൻ ശ്രമിച്ചു, മാറ്റിവെച്ചു. ദൈവമക്കൾക്കറിയാം, അതിന് ഭാര്യയാണ് കൂട്ടുനിന്നത്. അനന്യാസ് ചെന്നു ചോദിച്ചു, ഇത്രയ്ക്കാണോ ഭൂമി വിറ്റത്? അതെ. വീണ്ടും ആവർത്തിച്ചു ആ ചോദ്യം. അതെ. അവൻ അവിടെ വീണ് മരിച്ചുപോയി. അല്പം കഴിയുമ്പോൾ ഇതൊന്നും അറിയാതെയാണല്ലോ സഫീറ ചെല്ലുന്നത്. അവളോട് ചോദിക്കുന്നു, എത്രയ്ക്കാണ് ഭൂമി വിറ്റത്? ഭർത്താവ് എന്തു പറഞ്ഞോ അത് തന്നെ അവളും സംസാരിക്കുകയാണ്. ഭർത്താവ് ചെയ്ത തെറ്റിന് അവൾ കൂട്ടുകൂടുകയാണ്. ഭർത്താവിൻ്റെ തെറ്റിന് അവൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഭർത്താവിൻ്റെ തെറ്റിന് അവൾ യോജിക്കുകയാണ്. സംഭവം, അവളും ശിക്ഷ അനുഭവിച്ചു. അവളും മരണപ്പെട്ടു. അച്ഛൻ പറഞ്ഞത്, ഭർത്താവിന് തെറ്റുപറ്റിയാൽ ഭാര്യ ആ തെറ്റിൽ കൂടി നിൽക്കരുത്. ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം. ഭർത്താവിന് സത്യം പറഞ്ഞു കേൾപ്പിക്കണം. തെറ്റും ശരിയും തിരിച്ചറിയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ച് വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അച്ഛൻ വിവക്ഷിച്ചത്, ഭർത്താവിന് പറ്റുന്ന തെറ്റ് തിരുത്താൻ ഭാര്യയ്ക്ക് സാധിക്കണം. അനന്യാസ് ദൈവവേലയ്ക്കായി കൊടുക്കാൻ വിറ്റതിൽ നിന്നും സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യത്തിനും സ്വാർത്ഥതയുടെ വെളിച്ചത്തിലും ഒരു തുക മാറ്റിവെക്കുമ്പോൾ വേണമെങ്കിൽ സഫീറയ്ക്ക് പറയാമായിരുന്നു, ഇത് തെറ്റായൊരു കാര്യമാണ്, ദൈവത്തിനത് ഇഷ്ടമല്ല, നമുക്ക് മുന്നമേ അവൻ്റെ നീതിയും രാജ്യവും ഒക്കെ അന്വേഷിക്കാം, അതോടെ സകലതും നമുക്ക് ലഭിക്കും, നാം അവനെ കൂടാതെ പൂജ്യമാണ്. വിത്ത് ഗോഡ് വി ആർ ഹീറോ, വിത്തൗട്ട് ഗോഡ് വി ആർ സീറോ. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ നമുക്കെല്ലാം നടക്കും. ദൈവമില്ലാതെ പോയാൽ നമ്മൾ വട്ടപൂജ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ,
അങ്ങനെ ചെയ്യേണ്ടതില്ല. മുഴുവൻ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചേ മതിയാവുകയുള്ളൂ. അതിനാണ് നമ്മൾ ഭൂമി വിറ്റത്. അതാണ് സത്യം. ഈ പരമാർത്ഥം, ഈ ഉത്തരവാദിത്വം സഫീറയെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിൽ അനന്യാസ് മരിക്കില്ലായിരുന്നു, സഫീറയും മരിക്കില്ലായിരുന്നു. ഭാര്യ സഫീറയെപ്പോലെ അരുത്. എന്നെ കേൾക്കുന്ന ഭാര്യമാർ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, പരസ്പരം ആലോചിക്കണം, പരസ്പരം ചിന്തിക്കണം. കൂട്ടായ ആലോചന വേണം. തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും പരസ്പരം ബോധവൽക്കരിക്കണം. മക്കളോട് ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് മക്കൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പ്രശംസിച്ച് പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, മര്യാദയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും എന്ന് പല പിതാക്കന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില അമ്മച്ചിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെ തല്ലിയിട്ടല്ലേ നീ അവനെ തല്ലിയത്, അതിന് തെറ്റൊന്നുമില്ല. ആദ്യം നീ അല്ലല്ലോ, നിന്നെ അടിച്ചിട്ടല്ലേ നീ അടിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാനസാന്തരപ്പെട്ടൊരു അമ്മ പറയേണ്ടത്, നിന്നെ അവനൊന്ന് തല്ലിയാലും നീ തിരിച്ചു വരണമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ചോദിക്കുമായിരുന്നു, അല്ലെങ്കിൽ നിൻ്റെ സാർ അവനോട് ചോദിക്കുമായിരുന്നു, നീ അവനെ തല്ലിയത് തെറ്റായിപ്പോയി എന്നുള്ള ബോധ്യമാണ് മക്കളെ അപ്പനും അമ്മയും പഠിപ്പിക്കേണ്ടത്. തിരിച്ച് അടിക്ക് അടി, ഇടിക്ക് ഇടി എന്ന് പറഞ്ഞു കേൾപ്പിച്ചാൽ ആ മക്കളുടെ ജീവിതം വളരെ പരാജയമായിരിക്കും എന്നോർക്കേണ്ടതാണ്. ഭാര്യ ഒരിക്കലും ഹവിയെപ്പോലെ അരുത്. ഭാര്യ ഒരിക്കലും പൊത്തിഫേറിൻ്റെ ഭാര്യയെപ്പോലെ അരുത്. ഭാര്യ ഒരിക്കലും സഫീറയെപ്പോലെയും അരുത്. ഭാര്യ പീലാത്തോസിൻ്റെ ഭാര്യയെപ്പോലെ ആയിരിക്കണം. എന്താണ് പീലാത്തോസിൻ്റെ ഭാര്യയുടെ പ്രത്യേകത? സ്വപ്നത്തിൽ യേശുക്രിസ്തു നീതിമാനാണെന്നുള്ള ബോധ്യം അവൾക്കുണ്ടായി. അവൾക്ക് ദൈവം ബോധ്യം കൊടുത്തു, ദൈവം നീതിമാനാണ്, യേശു നീതിമാനാണ്. ആ ബോധ്യം കിട്ടിയ അപ്പം തന്നെ അവൾ ഭർത്താവിന് ദൂതനെ വിളിച്ച് ഒരെഴുത്ത് കൊടുത്തയച്ചു, ഒരു ദൂത് കൊടുത്തയച്ചു. പ്രിയനെ, ആ മനുഷ്യൻ നീതിമാനാണ്, അവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അർത്ഥാൽ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നവളായിരിക്കണം ഭാര്യ. അതാണ് പറഞ്ഞത്, ഈ ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ ആ ഭാര്യ ഭാഗ്യവതിയാണ്. നീ വിവാഹം കഴിക്കപ്പെട്ടപ്പോൾ മദ്യപാനിയായിരുന്നേക്കാം നിൻ്റെ ഭർത്താവ്. നീ വിവാഹിതയായപ്പോൾ പുകവലിക്കാരനും വെറുക്കൂത്തുകാരനും ആയിരുന്നേക്കാം നിൻ്റെ ഭർത്താവ്. എന്നാൽ ഇന്ന് അവൻ നിൻ്റെ ഭർത്താവാണ്, നിൻ്റെ കരങ്ങളിലാണ് അവൻ. നീ അവനെ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ, സഹിക്കേണ്ടത് സഹിച്ചാൽ, ക്ഷമിക്കേണ്ടത് ക്ഷമിച്ചാൽ, അവന് ബോധ്യം വരുത്തിയാൽ, അവനിൽ യേശുക്രിസ്തുവിൻ്റെ മർമ്മം വെളിപ്പെടുത്തി കൊടുത്താൽ വചനം അവനിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. ക്ഷമയോടുകൂടി ചെയ്യണം, പ്രാർത്ഥനയോടെ ചെയ്യണം. ഭാര്യ പീലാത്തോസിൻ്റെ ഭാര്യയെപ്പോലെ ആകണം. അരുതാത്ത 3 ഭാര്യമാരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആകേണ്ടതായ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പീലാത്തോസിൻ്റെ ഭാര്യയെപ്പോലെ ആകണം. യേശുക്രിസ്തുവിനെ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുക. അടുത്ത അരുത് വേദപുസ്തകത്തിൽ പറഞ്ഞത് മനസ്സിലാക്കുക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അടുത്ത അരുത് എഫേസ്യ ലേഖനം 4:26. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപിക്കും, പക്ഷെ പാപം ചെയ്യരുത്. നിരപ്പിൻ്റെ ഒരു ശുശ്രൂഷ നമുക്കാവശ്യമാണ്. സൂര്യൻ അസ്തമിക്കുവോളം വഴക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. അതിൻ്റെ അർത്ഥം ആരോട് ഏതെങ്കിലും വിധത്തിൽ അറിയാതെ കോപം ജലിക്കുകയോ വേണ്ടാത്ത ഏതെങ്കിലുമൊക്കെ പദങ്ങൾ ഉപയോഗിക്കുകയോ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പരിഭവം പറയുകയോ അല്പം മാനസികമായി അകൽച്ചയ്ക്കുതകുന്ന വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ആ സൂര്യൻ അസ്തമിക്കുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത്. അതിനു മുമ്പ് നിരപ്പാകണം. വഴക്ക് ദീർഘനാൾ വെച്ചുകൊണ്ട് നടക്കരുത് എന്നർത്ഥം. ഏതെങ്കിലും ഒരു വീഴ്ചകൾ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നമുക്ക് അല്പം അതൃപ്തി ഉണ്ടായേക്കാം, അല്പം ഭാരമുണ്ടായേക്കാം, അല്പം മാനസികമായിരിക്കുന്ന അകൽച്ച തോന്നിയേക്കാം. പക്ഷേ ആ അകൽച്ചയും ആ വഴക്കും ആ കോപവും ആ അനൈക്യവും അധിക നാൾ വെച്ചുകൊണ്ടിരിക്കരുത്. ചെല്ലുക, നിരപ്പാവുക, ഏത് സന്തോഷവും അവിടെ പൂർണ്ണമാകും. പൗലോസ്
മരണത്തോടുകൂടെ ഒരു കാര്യം തീമോത്തിയോസിനെ ഓർമ്മിപ്പിച്ചത് 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൽ ദൈവമക്കൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ പറയാം. ഞാനോ ഇപ്പോൾ തന്നെ ഒരു പാനീയയാഗമായി ഒഴുക്കപ്പെട്ടു. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസവും ഞാൻ കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കും. ഉറപ്പാണ് പൗലോസിന്, ധൈര്യമാണ് പൗലോസിന്, പ്രത്യാശയാണ് പൗലോസിന്. കാരണം ഈ ലോകത്തിൽ ചെയ്യേണ്ടതെന്തോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന് എന്തൊക്കെ ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നാൽ ആവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം, സാധ്യമായത് സാധ്യമാകണം. അതിനുശേഷം പൗലോസ് തീമോത്തിയോസിനോട് പറഞ്ഞത്, തീമോത്തിയോസേ, എത്രയും വേഗത്തിൽ നീ എൻ്റെ അടുക്കൽ വരാൻ ഉത്സാഹിക്കണം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് കടന്നുപോയി, ലൂക്കോസേ എൻ്റെ കൂടെ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞ ശേഷം പറയുകയാണ്, ആ മർക്കോസിനെയും കൂടെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ. മർക്കോസും പൗലോസും തമ്മിൽ അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണം. ഒരുമിച്ച് നമുക്കൊന്ന് ആരാധിക്കണം. ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ അവിടെ പൗലോസ് കൊതിക്കുന്നു. വൈകുന്നേരം വരെ വഴക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. മരണത്തിന് മുമ്പ് നിരപ്പാകണം. ഞാൻ ആ ഭാഗവും വിടുന്നു. അരുത്. എന്തൊക്കെ അരുത്? ധാരാളം അരുതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. വീണ്ടും പറയുന്നത്, ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് തുടങ്ങിയവ വിശുദ്ധന്മാരായി തീർന്നിരിക്കുന്ന നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. ജീവിതത്തിൽ അരുതാത്ത കാര്യങ്ങൾ, പൊട്ടച്ചല്ല്, കളിവാക്ക്, അശുദ്ധി, ചീത്തവാക്ക്, ഒത്തിരി കാര്യങ്ങൾ ദൈവമക്കൾ ഓർത്തോണം. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് അരുത്. ഇതേതെങ്കിലും ഉണ്ടോ? അരുത് എന്ന് വെക്കണം, വേണ്ടെന്ന് വെക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. അരുതാത്തത് അരുതാത്തതായി കാണണം. സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചത് അത് അതുപോലെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. കഴിഞ്ഞ 2 എപ്പിസോഡിൽ അരുത് 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 എന്ന് കൽപ്പിച്ചത്, ദൈവം കൽപ്പിച്ചത് സംസാരിക്കാൻ നമുക്ക് സാധിച്ചു. അരുതാത്തത് അരുതായ്മയായി കണ്ട്, ആകാത്തത് ആകാത്തതായി കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ദൈവം നമുക്ക് പ്രേരണ തരട്ടെ, ഭാഗ്യം തരട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കൂടെ ഇരിക്കണം. അരുത് എന്ന് നീ കൽപ്പിച്ചത് അരുതായ്മയായി തീരാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ജനത്തോട് മനസ്സറിയണം. കേട്ട മക്കളെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Maria.